ഹലോ, നമുക്കറിയാം KCB മസ്തൂറിൻ്റെ അഥവാ KCB വർക്കറിൻ്റെ നോട്ടിഫിക്കേഷൻ കേരള PSC വിളിച്ചിരുന്നു. ഏകദേശം 30,000 അടുപ്പിച്ച അപേക്ഷകൾ മാത്രമേ അതിലേക്ക് വന്നിട്ടുള്ളായിരുന്നു. ഏകദേശം 1,100 അടുപ്പിച്ച് റിപ്പോർട്ടഡ് വേക്കൻസികളുള്ള 4,000 അടുപ്പിച്ച് വേക്കൻസികൾ വരാൻ സാധ്യതയുള്ള ഒരു എക്സാമാണ് KCB വർക്കർ അല്ലെങ്കിൽ KCB മസ്ദൂർ എക്സാം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കണമെന്ന് എൻ്റെ പ്രീവിയസ് സ്റ്റുഡൻസും ബാക്കിയുള്ളവരും ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമാണ് ഈ ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് ഫസ്റ്റ് ഡേ എന്നുള്ള നിലയിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഓടിച്ച് പരിചയപ്പെട്ടു പോവാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും PSC ഈ എക്സാമിന് വളരെ 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 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സിലബസ് തന്നേക്കുന്നത്. ആ കാര്യങ്ങൾ പഠിച്ചു പോയാൽ തന്നെ നമുക്ക് ഉയർന്നൊരു റാങ്ക് സ്കോർ ചെയ്യാനും ഏകദേശം ഒരു വർഷത്തിനകത്ത് തന്നെ നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കും എന്നുള്ള ഉറപ്പ് വരുത്താനും സാധിക്കും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം തന്നെ നോക്കുക, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് DC സപ്ലൈ. ഒരു DC സപ്ലൈയുടെ ഫ്രീക്വൻസി എത്രയാണ്, എത്ര ഹെഡ്സ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഫ്രീക്വൻസി എന്ന് പറയുന്ന ഫാക്ടറിന്റെ യൂണിറ്റ് ആണ് ഹെഡ്സ്. ഹെൻറിച്ച് ഹെഡ്സിന്റെ സ്മരണാർത്ഥമാണ് നമ്മൾ ഫ്രീക്വൻസിക്ക് ഹെഡ്സ് എന്നുള്ള യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഇനി എത്ര ആണ് നമ്മുടെ DCയുടെ ഫ്രീക്വൻസി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 0 ഹെഡ്സ് ആണ്. കാരണം എന്തുകൊണ്ട് 0 ഹെഡ്സ് ആയി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. എന്താണ്? നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ AC-യുടെ വേവ്, സൈൻ വേവ് ആണ് ഇതായി വരയ്ക്കുന്നത്. ഇതുവരെ വരച്ചു. ഓക്കെ, ഇവിടെ 0 ഉണ്ട്, ഇവിടെ 90 ഉണ്ട്, ഇവിടെ 180 ഉണ്ട്, അതുപോലെ ഇവിടെ 360 വരെ ഉണ്ട്. ഓക്കെ, ഇതിൽ ഈ 0 മുതൽ 360 വരെ ഇതൊരു സൈക്കിൾ ആയിട്ടല്ലേ പോകുന്നത്. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടെ കവർ ചെയ്യുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ ആവുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ AC-ക്ക് ആണെങ്കിൽ എന്തുണ്ട്, അവിടെ സൈക്കിൾസ് ഉണ്ട്. കാരണം പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. ഇവിടെ DC-യുടെ കേസ് പറയുമ്പോൾ നമുക്ക് എന്താണുള്ളത്, DC ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്, അല്ലെ, യൂണി ഡയറക്ഷണൽ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാക്കുന്നില്ല. സോ ഫ്രീക്വൻസിയുടെ ഹെഡ്സ്, എത്ര ഹെഡ്സ് ആണ് ഫ്രീക്വൻസി എന്ന് ചോദിക്കുകയാണെങ്കിൽ, DC-യുടെ ഫ്രീക്വൻസി എത്ര ഹെഡ്സ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എത്രയാണ്? 0 ഹെഡ്സ് ആണ്. ഇനി ഞാൻ കുറച്ച് മീറ്റേഴ്സിന്റെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആലോചിച്ച് വെച്ചേക്കുക. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്. ഹെൻറിച്ച് ഹെഡ്സിന്റെ സ്മരണാർത്ഥമാണ് നമ്മൾ ഫ്രീക്വൻസിക്ക് ഹെഡ്സ് യൂണിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ആലോചിച്ച് വെച്ചേക്കുക. ഇനി അമ്മീറ്റർ എന്ത് അളക്കാനാണ് ഉപയോഗിക്കുന്നത്? അമ്മീറ്റർ എന്ത് അളക്കാനാണ് ഉപയോഗിക്കുന്നത്? കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്നത്. ഏത് ഡിവൈസ് ആണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അമ്മീറ്റർ എന്ന് പറയും. ഇനി ആലോചിച്ച് വെച്ചേക്കുക, വോൾട്ട് മീറ്റർ വോൾട്ടേജ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് വോൾട്ട് മീറ്റർ എന്ന് ആലോചിച്ച് വെച്ചേക്കുക. വോൾട്ടേജിന്റെ യൂണിറ്റ്, വോൾട്ടേജിന്റെ ആദ്യത്തെ 4 അക്ഷരമായ വോൾട്ട് ആണ്. വോൾട്ട് മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വോൾട്ടേജ് അളക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇനി തൊട്ടടുത്ത് നോക്കിപ്പോ വാട്ട് അവർ മീറ്റർ ഒന്ന് ആലോചിച്ചാൽ മതി. കിലോ വാട്ട് അവർ അല്ലെങ്കിൽ വാട്ട് അവർ എന്തിന്റെ യൂണിറ്റ് ആണെന്ന് ആലോചിക്കുക. എനർജി മീറ്റർ അല്ലെങ്കിൽ എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന മീറ്ററിന്റെ പേരാണ് വാട്ട് അവർ മീറ്റർ എന്നറിയിരിക്കുക. വാട്ട് അവർ മീറ്റർ. ഇനി നമുക്ക് ഒരുപാട് ടൈപ്പ് മീറ്റേഴ്സ് ഉണ്ട്. ആ മീറ്റേഴ്സിനൊക്കെ നമ്മൾ PMMC അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ MC, MI, ഡൈനാമോ മീറ്റർ എന്നൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പണ്ട് ITI ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ അറിഞ്ഞിരിക്കുക, DC എപ്പോഴും അളക്കുന്നത് MC, മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ് വഴിയാണ്. നമ്മളുടെ ചോദിക്കും DC അളക്കുന്ന താഴെ തന്നിരിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് മീറ്റർ വഴിയാണെന്ന് ചോദിക്കും. അത് MC ടൈപ്പ്, മൂവിംഗ് കോയിൽ ടൈപ്പ് ആണ്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ PMMC ഇൻസ്ട്രുമെന്റ്സ് വഴിയാണ് DC അളക്കുന്നത്. DC കറണ്ട് ആയാലും വോൾട്ടേജ് ആയാലും ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഈ DC വോൾട്ട് മീറ്റർ ആണെങ്കിൽ V എന്ന് എഴുതിയിട്ട് അടിയിൽ ഒരു വര കാണും. DC അമ്മീറ്റർ ആണെങ്കിൽ A എന്ന് എഴുതിയിട്ട് അടിയിൽ ഒരു വര കാണും. ആലോചിച്ച് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നിങ്ങളോട് ഇപ്പം ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ റെസ്പോൺസ് അനുസരിച്ച് ഇനിയും അങ്ങോട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ ബേസ് ആയിട്ടും ഇതേപോലെ കണ്ടന്റ് ബേസ് ആയിട്ടും നമ്മൾ സിലബസ് കവർ ചെയ്ത് അത്യാവശ്യം നല്ലൊരു റാങ്ക് എത്താനുള്ള രീതിയിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.